ഹായ് ഓൾ, എല്ലാവർക്കും സജ്ജൂസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ വന്നവിടെ കുന്തം വിഴിഞ്ഞാണ് നിൽക്കുകയാണ്. നടന്നിട്ട് തീരാനുള്ള ഈ തിരക്ക് കാരണം ആ തിരക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കുകയാണ്. കഥയാണ് അവിടെ കൂടെ ഡാൻസും കളിക്കണ്. ഡാൻസ് കണ്ടിട്ട് എനിക്ക് സഹിക്കല്ല. ഞാൻ ക്യാമറ അങ്ങോട്ട് മാറ്റി പിടിക്കാറുണ്ട് കഥീൻ്റെ വലിച്ചു പോകുന്ന ആളായിരിക്കാൻ വേണ്ടി. ഓക്കെ, ബാക്കി വിശേഷം ഇന്ന് കഥ പറയും. കഥ പിന്നെ ഇങ്ങോട്ട് നമ്മൾ ഫുഡൊക്കെ തിന്നിട്ട് ഇറങ്ങുവാണ്. ഇറങ്ങുന്ന സമയത്ത് ഈ വീഡിയോ എന്താ കടൂരാൻ നിൽക്കുന്നതെന്നല്ലേ, അത് ഞാൻ എടുത്തറിഞ്ഞുകൊണ്ട്. പിന്നെ ഈ തിരക്കിൻ്റെ ഒപ്പം ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നടക്കുന്ന നേരത്തെ എന്താണോ എന്തെങ്കിലും ഭയങ്കര തിരക്ക്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വീഡിയോ എടുത്തത് കഥയാണ്, വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന വയസ്സ് എന്നൊന്നും പറയരുത്. കമൻറ്റിൽ എന്നെ കളിയാക്കുന്നൊന്നും വേണ്ട. പിന്നെ പോയി അടുത്തേക്ക് കാക്ക പറയും. ഓക്കെ, നമ്മളങ്ങനെ ലുലു കണക്റ്റിലെത്തിയിട്ടുണ്ട്. കണക്റ്റിൽ ചെന്നാൽ കളിയെല്ലാം നശിപ്പിക്കാൻ നോക്കിയിരിക്കുവാണ്. കളി ഹായ് എന്നൊക്കെ പറഞ്ഞ് എല്ലാം നശിപ്പിക്കാൻ നോക്കിയിരിക്കുകയാണ്. അവളൊരു സ്ഥലത്തെത്തിയെന്നൊക്കെ പറയുന്ന അത് ക്ലിപ്പ് യൂട്ടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടായിട്ട് നിങ്ങൾക്കത് മനസ്സിലാത്ത ആൾ വായിട്ടാനൊക്കെ നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട. കഥ നമുക്ക് ബാക്കി ഇതൊക്കെ കാണിച്ചു തരും. ആദ്യം തന്നെ അവളൊരു പിങ്ക് ഫ്ലവർ ഉള്ള ഇതൊക്കെയാണ് കണ്ടത്. ഒരു ഫ്ലവർ പോട്ടൊക്കെ നോക്കി. പിന്നെ റെഡ് പോട്ട്, പർപ്പിൾ പോട്ട് ഉണ്ട്. പിന്നെ സ്ട്രോബെറി പിങ്ക് പോട്ട്. അങ്ങനെ അവൾക്ക് കുറെ സാധനമൊക്കെ ഇഷ്ടപ്പെട്ട് അട്രാക്ട് ആയിട്ടുണ്ടാവും. കണ്ണേ കാണുന്ന സാധനമൊക്കെ എടുത്ത് കളിക്കേണ്ടത്. അത് പൊട്ടിയാൽ പിന്നെ കാശ് എടുക്കേണ്ടി വരും. അത് ചില്ലാണ്. പേടിയുണ്ട് എനിക്കത് പൊക്കിയപ്പോ. എന്നിട്ടല്ലേ എറിഞ്ഞു പൊട്ടിക്കാൻ പോയാ. ഓക്കെ, ഞാനാണെങ്കിൽ വെറുതെ അവിടെ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഥയാണെങ്കിൽ അവിടെ കണ്ണി കാണുന്ന സാധനമൊക്കെ എടുത്ത് പൊക്കി കൊണ്ടിരിക്കുക. എന്തിനാ പൊക്കുന്നത് അവൾക്കും അറിയത്തില്ല, എനിക്ക് ആർക്കും അറിയത്തില്ല. കഥ എടുത്ത് പൊക്കി കാണിച്ചിട്ടൊക്കെ ഉണ്ട്. അടുത്ത ഡീറ്റെയിൽസിലേക്ക് പോവാം. പിന്നെ ഞാൻ വീണ്ടും കണ്ണി കണ്ടൊരു സാധനം എടുക്കാൻ നോക്കിയ, പിന്നെ പറ്റില്ല, അത് കുടുങ്ങിയിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ പോണ വഴി ഇക്കാക്കും വാപ്പയും കൂടെ അവിടെ എന്തോ എടുക്കാൻ നോക്കിയിരിക്കുമായിരുന്നു. പിന്നെ ഞാനൊരു സാധനം കണ്ടപ്പോൾ അത് വലിച്ചെടുത്ത്. എനിക്ക് കണ്ണി എടുത്തില്ലെങ്കിൽ എനിക്ക് സമാധാനം. കഥയാണെങ്കിൽ ഒരു ബാത്റൂം ടവലാണ് എടുത്തത്. എനിക്കറിയത്തില്ല അവൾ എന്തിനാണ് അതിൻ്റെ യൂസ് എന്ന്. അവളെടുത്ത് അവിടെ തിരിച്ചു വെച്ചിട്ടുണ്ട്. വേറെ കളറൊക്കെ കണ്ടായിരുന്നു, വേറെ കുറേ കളറുണ്ട്. അവളാണെങ്കിൽ അവിടെ കൂടെ എന്തിനാണെന്നറിയാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കൂടെ പിന്നെ വീണ്ടും ഒരു ടവൽ എടുത്ത് കുറേ എണ്ണം എടുക്കുന്നുണ്ട്. ടവലൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. തോർത്തെന്നൊക്കെ പറയുന്നത്, എനിക്ക് അറിയത്തില്ല എന്താ പറയുന്നതെന്ന്. ഞാൻ ഒരെണ്ണം എടുക്കാൻ നോക്കിയത്, അപ്പോഴേ എനിക്ക് മനസ്സിലായത് സെറ്റായി നിന്ന്. ഇക്കാര്യം തട്ടിയിട്ടൊക്കെ ഓടുണ്ട്. പിന്നെ ഞാൻ ഇത് ആദ്യമായിട്ട് കണ്ടു ഇങ്ങനത്തെ ഈ പടമുള്ള ടവലൊക്കെ കാണുന്നത്. അപ്പോഴാണ് ഞങ്ങളുടെ വാപ്പി ഒരു ഡാൻസ് കളിക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ വേറെ വാപ്പി കഥ പറയുന്നതിനിടക്കൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരിയോടെ കാണുമ്പോൾ മനസ്സിലാവും എപ്പോഴാ ഡാൻസ് വരാൻ പോകുന്നതെന്നൊക്കെ. ഞാൻ വാപ്പയെ ഡാൻസ് കളിക്കേണ്ടി ഒരു സാധനം എടുത്ത് ക്യാമറേന് മുമ്പിൽ കൊണ്ട് കുത്തിക്കിട്ട് വെക്കും. ക്യാമറേന്റെ ആംഗിൾ തിരിച്ചൊക്കെയാണ് ഡാൻസുകൾ കാണിക്കാതിരിക്കുന്നത്. മുമ്പിൽ കൊണ്ട് വെക്കുന്നത്. ഇവിടെ ചെറിയ ഡാൻസ് ഉണ്ടാകും. അപ്പൊ ഞാൻ ഒരു സാധനം എടുത്ത് ആ ക്യാമറേന് മുമ്പിൽ കൊണ്ട് വെക്കും. നോക്കോ കഥ ഞാൻ വെച്ച്. ആരും ചിരിക്കരുത് ഗൈസ്, ഞങ്ങൾക്ക് ചേരാനിട്ട് പാടില്ല. ഞങ്ങളാണെങ്കിൽ പിന്നെ ഈ കഥയാണ് എടുത്തെടുത്ത് തീരല്ല. ഞങ്ങളപ്പോ പറഞ്ഞ് ഫാഷൻ സ്റ്റോറിൽ നിന്ന് ഇച്ചുകൂടെ ഞാൻ ചുമച്ച് നിർത്തിയിട്ടില്ല. കഥയാണെങ്കിൽ കണ്ണി കാണാൻ സാധനമൊക്കെ അതൊക്കെ പൊളിച്ചിടാൻ പോവാന്ന് തോന്നുന്നു. അല്ലാട്ടോ പിന്നെ പോയി ഇക്കാരെ അങ്ങോട്ടോ കറങ്ങി. അപ്പൊ ക്യാമറ കൊണ്ട് അടുത്ത അങ്ങോട്ട്. ഈ വീഡിയോയിൽ മെയിൻ ആയിട്ട് കഥയാണ് എല്ലാം ചെയ്യണത്. ഞാൻ വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ കാണത്തുള്ളൂ. ഞാൻ വലിച്ചു കുറച്ച് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് എന്താ അറിയത്തില്ല, ഈ കഥ ഇതൊക്കെ എടുത്തോണ്ട് പോകുന്ന എന്തിനാന്ന് ആർക്കും അറിയത്തില്ല. അതെനിക്കറിയാം. വെറുതെ ഇക്കാര്യം ചോദിക്കത് എന്താ കഥ അവിടുത്തെ സ്റ്റാഫിന്റെ ഒക്കെ ടെലിഫോണൊക്കെ എടുത്തോണ്ട് പോകുന്നുണ്ട്. അതിന്റെ ഇടയിൽ കയറി ഇരിക്കുന്നൊക്കെ ഉണ്ട്. അതിന്റെ ടാറ്റയൊക്കെ കാണിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കയറി ഒളിച്ചിരിക്കുന്നത്. കള്ളന് പോലും അല്ല, ഇപ്പൊ കള്ളന് പോലീസ് അല്ല, ഒളിച്ചുമ്പാത്തും കളിക്കുകയാണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് നിന്നാക്കും കിട്ടത്തില്ല. ഇതെന്താ കഥ നിന്റെ വെള്ളയിൽ കയറിയുന്ന നീ എന്തിനാണ് അതിന്റെ വെള്ളയിൽ കയറുന്ന? വെറുതെ. പിന്നെ ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് ക്ലിപ്പ് പറയുന്നേക്ക.
ഞാൻ ഈ ഇപ്പോഴാണ് ഞാൻ ഇത് കണ്ടുപോയില്ല ഇവിടെ ഇതൊക്കെ എടുക്കുന്ന. അപ്പൊ ഇക്കാക്ക എവിടെയോ ഏതോ മൂലോത്ത് പോയി കിടക്കുവാണ് ഗൈസ്. അപ്പൊ ഇക്കാക്ക വന്നിട്ട് എന്റെ അടുത്ത് അടി ഉണ്ടാക്കുന്നു ആണുണ്ടല്ലോ. കതി വീണ്ടും മറ്റേ കുറെ കാർപ്പറ്റിന്റെ ഒക്കെ അടിയിൽ പോകുന്നുണ്ട്. ഇവിടെ ഈ കാർപ്പറ്റും ബെഡ്ഷീറ്റും മാത്രം എടുക്കണം, വേറെ ഒന്നും നോക്കല്ല. ഞാൻ വേറെ കുറച്ച് മുമ്പ് ഞാൻ മിന്നി മൗസിന്റെ ഒരു സാധനം എടുക്കുന്നുണ്ട്, ഒരു മിന്നി മൗസ്. പിന്നെ വീണ്ടും ബെഡ്ഷീറ്റ്, അടുത്ത ബെഡ്ഷീറ്റ്. അത് ബെഡ്ഷീറ്റ് അല്ല, അതെ അല്ല അത് മറ്റേ ഇതാണ് കർട്ടൻ. കർട്ടൻ ഓക്കെ ആദ്യം കിട്ടിയില്ല, പിന്നെ ഞാൻ നോക്കിയപ്പോ കർട്ടനാണ്. കണ്ട കളർ വ്യത്യാസമുള്ള കർട്ടൻ ഉണ്ട്. ഈ കതി കർട്ടൻ മാത്രമേ നോക്കണമെന്ന് തോന്നണം എനിക്ക്. ഞാൻ പിന്നെ എന്തൊക്കെയാ കല്ലൂല് പറയണ്ടേ എനിക്ക് ഓർമ്മയില്ല. ആ കണ്ട മിന്നി മൗസിന്റെ സാധനം എടുത്ത് കണ്ടോ. കതി അടുത്ത് കസേരയൊക്കെ നശിപ്പിക്കാൻ നോക്കി. അല്ലാണ്ട് കസേര കാണിച്ചു. പിന്നെ ബെഡ്, പിന്നെ കുറെ ബെഡൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ ക്യാമറമാൻ്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞാണ്. ക്യാമറമാനെ എന്താ അറിയണ്ടേ, അതൊരു സസ്പെൻസ് ആണ്. അടുത്ത വീഡിയോ നിങ്ങൾക്ക് പറയാത്. അത് ഇത് സ്റ്റഡി ടേബിളൊക്കെ സ്റ്റഡി ടേബിൾ ആട്ടെ ഞാൻ നോക്കിയത്. വീട്ടിലൊരെണ്ണുണ്ട്, ഇനി വീണ്ടും സ്റ്റഡി ടേബിൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പൊ അതിന്റെ ഒരു സാധനമില്ല പെൻസിൽ ഇടുന്ന, അപ്പൊ അത് പൊട്ടിപ്പോയ പച്ചിടാൻ, പച്ച പൊട്ടിപ്പോയ അങ്ങനെ നീലിടാൻ, അങ്ങനത്തെ അത് വെള്ളം വെക്കുന്ന അടി. അത് വെള്ളം വെക്കുന്നതാണെന്ന് എനിക്കറിയില്ല. പെൻസിലാണ് ഞാൻ പെൻസിലൊക്കെ ഇന്ന് വെച്ചോണ്ടിരുന്ന. ഓക്കെ, പിന്നെ മുകളിലൊക്കെ സെറ്റൊക്കെ ഉണ്ട്. കുറച്ച് സെറ്റൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു. ഇക്കാക്ക അങ്ങോട്ടോ എങ്ങോട്ടോ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഷൂസ് ഇട്ട് എന്റെ കാലിന്റെ ഇതായിട്ട് ഞാൻ തെന്നി നടക്കുന്നത്. കതി കുറെ ആയിട്ട് ഈ ടവൽ ഇത് കൈ ഇടുന്നില്ല, അധികം ഉറങ്ങണമെന്നൊക്കെ നേരത്തെ പറഞ്ഞോണ്ടിരുന്നത്. ഏറ്റവും ആദ്യം പറഞ്ഞ അധികം ഉറങ്ങാറ്റിരുന്നൊന്നും ഉറങ്ങായിരുന്നു. വീണ്ടും കയറി ഒളിച്ചതിനകത്ത്. ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ അവിടെ പോയിട്ട് കുറെ സാധനമൊക്കെ നോക്കി. ഈ ചട്ടിയാണ് എനിക്ക് ഏറ്റവും അട്രാക്റ്റ് ആയിട്ട് തോന്നിയത്. അതും പിടിച്ചോണ്ടിരിക്കുവായിരുന്നു കുറെ നേരമായിട്ട്. ഓക്കെ, അത്ര എനിക്കൊന്ന് പറയാനുള്ളൂ. പിന്നെ ആ കുഷ്യനൊക്കെ നോക്കി, നല്ല സോഫ്റ്റ് കുഷ്യനാണ്. നിങ്ങളെ കൂടെ കാണിക്കാൻ വിചാരിച്ചെടുത്താണ് ഞാനത്. ഞാൻ കണ്ടില്ല കേട്ടോ, ഞങ്ങളൊക്കെ എടുത്തായിരുന്നു. എനിക്ക് ഇപ്പൊ തന്നെ അതൊക്കെ ഞങ്ങൾ എടുത്തായിരുന്നു. പിന്നെ അവിടെ പോയിട്ട് ഒരു സാധനം എടുത്തു. എനിക്ക് എന്താന്ന് പോലും മനസ്സിലായി. കഥയാണ് ഇവനെ കാണിച്ചത്. എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് ഞാൻ കുറെ നേരം കണ്ട് എന്തോ നെക്കി നോക്കി, അപ്പഴാണ് തുറന്നു. കഥയാണ് എനിക്ക് കാണിച്ചു തന്നെ എന്താ പരിപാടിന്ന്. കഥ വന്നിട്ട് എനിക്ക് തുറന്നു തന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്താണെന്ന്. എനിക്ക് എന്തിനാ യൂസ് ചെയ്യുന്നത് എനിക്കറിയാം. ഞാൻ പറഞ്ഞു തുറന്നു നോക്കി, ആ പൊട്ടി തുറന്നു വന്ന് തുറക്കാനൊക്കെ മനസ്സിലായി. എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് ഇതുവരെ മനസ്സിലായില്ല. ഞങ്ങൾക്ക് ഇപ്പഴും മനസ്സിലായിട്ടില്ല. ഇതെന്താ കഥ ഓർഗിസ് ആണെന്ന് വിചാരിച്ചിട്ട് റൂം ഫ്രഷറൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. റൂം ഫ്രഷർ ആയത് ഞാൻ ഓർബിസ് ആണെന്ന് വിചാരിച്ചു. ആരാടാ അവിടെ കൊണ്ട് കൈ വെച്ചത്? ഓ പോണ ഞാൻ കുറച്ച് ആന്റിക് പീസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഞങ്ങൾ കുറെ സാധനമൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചു. കുറെ പെയിന്റിംഗ് ഒക്കെ എടുത്ത് നോക്കിയായിരുന്നു ഞങ്ങള്. ഈ പെയിന്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾക്ക് ഈ പെയിന്റിങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടം. നല്ല രസമാണ് ആ പെയിന്റിങ്സ് ഒക്കെ കാണാൻ. ഞങ്ങൾ കുറെ പെയിന്റിങ്സ് നോക്കി. കുറെ നോക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതൊക്കെ കണ്ടത്. ഇതൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇതൊന്നും വീട്ടിൽ വെക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല. ഒരെണ്ണം എടുത്തെന്ന് തോന്നുന്നു, വലിയത് ഒരെണ്ണം എടുത്തെന്ന് തോന്നുന്നു. എല്ലാം വീട്ടിൽ കുറെ ഇതുണ്ട്, അപ്പൊ അതാണ് എടുത്തില്ല. പിന്നെ എടുത്തില്ല ഇന്ന്. ഒരെണ്ണം എടുത്തായിരുന്നു, വേറെ ഒന്നും എടുത്തില്ല. കുറെ എടുക്കണമെന്നുണ്ടായി, പക്ഷെ എല്ലാം എടുത്തില്ല. ആകെ ഒരെണ്ണം എടുത്തുള്ളൂ ഞങ്ങള്. പിന്നെ വീണ്ടും കുറെ പോയി. വീണ്ടും നടക്കലോടെ നടക്കല്. അതിന്റെ പുറകില് ക്യാമറാമാൻ ആരാണ് ലാസ്റ്റ് പറയാം. വീഡിയോന്റെ ലാസ്റ്റ് ആണ് ക്യാമറാമാൻ ആരാന്ന് പറയാൻ പോകുന്നത്. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ഈ ഒരു വീക്കിന് മുമ്പാണ് സെക്കൻഡ് പാർട്ട് ഉണ്ടാകും. ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ ഈ വീട്ടിൽ ഫസ്റ്റ് പാർട്ട് ഇത്രേ ഇടുന്നുള്ളൂ. ഇനി നമുക്ക് പാർട്ടായിട്ട് അടിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് ഇത്രേ ഉള്ളൂ. സെക്കൻഡ് പാർട്ടിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഈ ഒരു വീക്കിന് ഉള്ളിൽ തന്നെ നമ്മൾ സെക്കൻഡ് പാർട്ട് ഇടുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ, സീ യു സൂൺ, ലവ് യു.